ഇത് പാലക്കാട് എത്തിയിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ്, സെക്കൻഡ് ഡേ. ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊരു കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി പോവുകയാണ്. അവിടെ തൊട്ടടുത്തല്ല, കുറച്ച് ബസ്സൊക്കെ കയറി പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി, ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ ഈ സിനിമയാണ്, പ്രണവ് മോഹൻലാലിൻ്റെ സിനിമയാണ്. വലിയ ഹൈപ്പ് കൊടുത്ത് അത്രയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ ഫെസ്റ്റിന് ടിക്കറ്റ് എടുക്കാനുണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളവിടെ കയറി കഴിഞ്ഞ് ഫസ്റ്റ് കയറുന്ന ഭാഗം തന്നെ ഫുള്ള് ഫിഷുകളുടെ ഒരു അക്വേറിയം പോലെ ഒരു ഇതായിരുന്നു. നല്ല അടിപൊളിയാണ്. വെറൈറ്റി ഓഫ് ഫിഷുകളുണ്ടായിരുന്നു, വലുതും ചെറുതും. അങ്ങനെ എന്താ പറയുക, പല സൈസുകളിലുള്ള ഫിഷുകൾ വരെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്നത് ഞാനും ആര്യയും മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ആര്യയുടെ അമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയാണ് പോണത് കേട്ടോ. എല്ലാവർക്കും തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഫിഷിൻ്റെ ഇതാണ് ഭയങ്കര ഹൈലൈറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ളതെന്ന് പറയുന്നത് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനൊരു സംഭവമാണ്, ഇതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ തന്നെ കുറേ എന്താ പറയുക, കളറും ലൈറ്റ് സെറ്റപ്പാണ് അതിനകത്ത് ഫുള്ളും. അതുമല്ല പിന്നെ കുറേ അതിനകത്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും ടിക്കറ്റിൻ്റെ പ്രൈസ് കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. 100 രൂപയ്ക്ക് ഇതെന്താ ഉള്ളത് എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഉള്ളിലേക്ക് പിന്നെയും കയറി കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു സംഭവം കണ്ടപ്പം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു എഫേർട്ട് അതിനകത്ത് ഇട്ടത് അത്രയും അടിപൊളിയായിട്ടുണ്ട്. എല്ലാ ഫ്ലവേഴ്സും പിന്നെ എന്താ പറയുക, അവതാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, എനിക്കെന്താ പറയണ്ടതെന്ന് അറിയില്ല, അത്രയ്ക്കും അടിപൊളിയാണ്. അതുമല്ല, എനിക്ക് വീഡിയോ എടുത്തിട്ട് മതിയാവുന്നില്ലായിരുന്നു. അതുപോലെ ഓരോ പാർട്ടും നല്ല അടിപൊളിയായിരുന്നു. അത്രയ്ക്കും ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അതുപോലെ തന്നെ അതിൽ കയറുന്ന അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിലൊന്നും തൊടരുത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിനകത്തൊക്കെ കറണ്ടിൻ്റെ ഇതുണ്ടാകും, അതുകൊണ്ടായിരിക്കും, ഷോക്ക് അടിക്കുന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ ഞാൻ ചെന്ന അവിടെ തന്നെ ഒന്ന് തൊട്ട് നോക്കിയായിരുന്നു. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഉള്ളിലെ ഇതൊക്കെ ആയിരിക്കും പ്രശ്നം. അങ്ങനെ അപ്പം ഇത് ഫുള്ളും തന്നെ ലൈറ്റ് സെറ്റപ്പാണ്. ഫുള്ളും അതിനകത്ത് പുകയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ അവതാറൊക്കെ ഉണ്ടെന്ന്, ഇതൊക്കെയാണ്. അങ്ങനെ 2 അവതാർ ഉണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങുന്നിടത്ത് തന്നെയായിരുന്നു അത് ഉണ്ടായിരുന്നത്. ഇങ്ങനെ മഞ്ഞിൻ്റെ എഫക്റ്റ്, എന്താ പറയുക, എല്ലാം ഒരു നാച്ചുറൽ എഫക്റ്റായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റൈഡിനകത്ത് കയറി. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് പേടിയായി, അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും ഭയങ്കരമായിട്ട് പേടിയായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ജെയിൻ വീലിലൊക്കെ കയറി. ഞാനും ആര്യം മാത്രമേ അതിനകത്ത് കയറിയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. ഫുഡും കഴിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി വിശേഷം നാളെ.